UK തിരിച്ചു പോകാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പല പരിചയക്കാരും എൻ്റെ വെൽവിഷേഴ്സ് ആയിരിക്കും, അവരൊക്കെ എന്നോട് ചോദിച്ച കാര്യമാണ് എന്തുകൊണ്ട് UK സെറ്റിൽ ആകാൻ ഞാൻ നോക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK വരുന്നതിന് മുൻപേ ഞാനൊരു 4-year പ്ലാനുമായിട്ടാണ് വന്നത്. അതായത് 2 years ഓഫ് സ്റ്റഡീസ് ആൻഡ് 2 years ഓഫ് PSW. അത് കഴിഞ്ഞാൽ തിരിച്ചങ്ങ് പറക്കുക. ഇതായിരുന്നു എൻ്റെ UK പ്ലാൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരു 4.5 കൊല്ലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഫിനാൻഷ്യലി, മെൻ്റലി, ഫിസിക്കലി ഒന്നും സ്റ്റേബിൾ അല്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നല്ല ചാഞ്ചാട്ടം ഉണ്ട് എന്നും പറയാം. ബട്ട് ഞാൻ UK വന്നിട്ട് ആദ്യമായിട്ട് കയറുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കെയർ ഹോം വർക്കായിരുന്നു. ഇപ്പോൾ കെയർ സർവീസിക്ക് ചോദിക്കുന്നത് ഏറെക്കുറെ 12 to 15 ലക്ഷമൊക്കെയാണ്. ഒരു ഇത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ആ സമയത്ത് അതിന്റെ പകുതി കാശ് പോലും ഇല്ലാതെ എനിക്ക് കെയർ സർവീസ് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഐ സ്റ്റിക്ഡ് ഓൺ ടു ദിസ് 4-year പ്ലാൻ. അതായത് ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയൊക്കെയാണ് ഞാൻ UK വരാൻ പ്ലാനേ ഇട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ 12-15 ലക്ഷമൊക്കെ കൊടുത്ത് ആക്ച്വലി ഡിപ്പെൻഡൻസിനും കൂടി ആഡ് ആക്കണമെങ്കിൽ 18 ലക്ഷമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ആക്ച്വലി കല്യാണപ്രായമായിട്ടുണ്ട്. ആൻഡ് അതൊക്കെ കൊടുത്ത് ഈ വിസ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫ് അവിടെ അങ്ങ് തീരും. യെസ്, അതായത് ഞാൻ ഈ ഇറക്കി ഒരു 15 ലക്ഷം എനിക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ സേവ് ചെയ്യണമെങ്കിൽ എനിക്ക് ഏറെക്കുറെ 3 കൊല്ലം വേണ്ടി വരും. 3 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ വിസയുടെ കാലാവധി തീരും. അപ്പോൾ ഈ ഉണ്ടാക്കിയ സേവ് ചെയ്ത കാശ് വീണ്ടും ഇതിലേക്ക് തന്നെ ഇറക്കേണ്ടി വരും. ആൻഡ് ഇതൊരു ലൂപ്പാണ് അല്ലെങ്കിൽ ചുരുളിയാണ്, അതിലങ്ങ് പെട്ടുപോകും എന്ന് എനിക്ക് തോന്നുന്നു. ഈ പണ്ടത്തെ ചില റീൽസിലൊക്കെ കാണുന്ന പോലെ ഇസ് ഇറ്റ് വർത്ത് എന്ന് ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ എന്നുള്ളതായിരിക്കും എൻ്റെ ആൻസർ. യെസ്, എൻ്റെ ഈ ഡിസിഷൻ ഫിനാൻഷ്യലി റോങ് ആയിരുന്നു എന്ന് തെളിയിക്കാൻ പലർക്കും പറ്റുമായിരിക്കും. പക്ഷേ മെൻ്റലി അത് റോങ് ആണെന്ന് തെളിയിക്കാൻ ഒരാൾക്കും പറ്റില്ല. ബിക്കോസ് ഐ ഓൺലി നോ ദിസ്. സോ ഐ ഡിസൈഡഡ് ടു ലീവ് UK ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ടേക്കിംഗ് റൈറ്റ് ഡിസിഷൻസ്. I'll take a decision and try to make it right.